ഒമാനിലെ യാത്രക്കാർക്കും നിർമ്മാണ തൊഴിലാളികൾക്കും ആശ്വാസമാവുകയാണ് സുമനസ്സുകൾ നൽകുന്ന ഇഫ്താർ കിറ്റുകൾ. വിവിധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിലാണ് ഇഫ്താർ കിറ്റ് വിതരണം. മലയാളി കലാകാരന്മാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷമായി തൊഴിലാളികൾക്ക് ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. മസ്കറ്റിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ 5 വർഷമായി കലാകാരന്മാരും മാധ്യമപ്രവർത്തകരും അടങ്ങുന്ന ചെറുസംഘം മുടങ്ങാതെ ഇങ്ങനെ ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ സഹായത്തോടെയാണ് നോമ്പുതുറ വിഭവങ്ങളുടെ വിതരണം. ഇന്ദു ബാബുരാജ്, അനിത രാജൻ, ലക്ഷ്മി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് യാത്രക്കാർക്കും നിർമ്മാണ തൊഴിലാളികൾക്കും നോമ്പുതുറ വിഭവങ്ങൾ എത്തിക്കുന്നത്. ഓരോ ദിവസവും 150ഓളം പേർക്കാണ് ഇഫ്താർ കിറ്റുകൾ നൽകുന്നത്. ഇഫ്താർ സമയത്ത് റോഡുകളിലും ബസ് സ്റ്റാൻഡുകളിലുമെല്ലാം പെട്ടുപോകുന്നവർക്കും ലേബർ ക്യാമ്പിലുള്ളവർക്കും ഇത് വലിയ ആശ്വാസമാണ്. റൂവി മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യവസായ മേഖലയിലെ 2 ലേബർ ക്യാമ്പുകളിലെ തൊഴിലാളികൾക്ക് ഇഫ്താർ വിരുന്നൊരുക്കി. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി തൊഴിലാളികൾ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. റൂവി മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ഫൈസൽ ആലുവ, ജനറൽ സെക്രട്ടറി ഡോക്ടർ മുജീബ് അഹമ്മദ്, ട്രഷറർ സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സ്നേഹസംഗമങ്ങൾ തുടരുകയാണ്. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.